ക്രൂശും ചുമന്നവൻ കാൽവരിയേറുമ്പോൾ തിരുമൈ തളരുമ്പോൾ ഈശ്വരൻ പേർക്കല്ലോ ഈ വ്യതയേറ്റതും ഞാൻ മറക്കില്ല ഒരു നാളുമേ. ദൈവരാജ്യം എന്നുള്ളതാണ് നമ്മുടെ ആ ദൈവരാജ്യത്തിന് വേണ്ടി പല ത്യാഗങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. പല ത്യാഗങ്ങൾ അത് കുടുംബമായി സഹിക്കേണ്ടി വരും. പലപ്പോഴും കുടുംബമായി. അതിൻ്റെ അർത്ഥം ഭാര്യയെ കളഞ്ഞേച്ച് പോകണമെന്നൊന്നുമല്ല. ഭാര്യയുടെ കൺസെൻറ്റോടുകൂടെ വേണം ഭർത്താവ് പോകാൻ. ഭാര്യയുടെ കൺസെൻറ്റ് ഇല്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ സഹോദരി പറഞ്ഞതാണ്, ആഫ്രിക്കയിലെ ജനങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്. ആഫ്രിക്കയിലെ ജനങ്ങൾ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഒരാളെ സഹായിക്കാനും ഈ സഹോദരിക്ക് വേണ്ടി സിറ്റി സ്റ്റഡ് ഇംഗ്ലണ്ടിൽ നിൽക്കുകയാണെങ്കിൽ ആ സഹോദരിക്ക് തീർച്ചയായും സന്തോഷമുണ്ട്. ആർക്കാണ് സ്വന്തം ഭർത്താവ് കൂടെ നിൽക്കുന്നത് ഇഷ്ടമില്ലാത്തത്? ഇഷ്ടമില്ലാത്തത് കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷേ നോർമലി എ വുമൺ ഓഫ് നൊബിലിറ്റി, ഒരു ഉത്തമയായ സ്ത്രീ എപ്പോഴും അവളുടെ ഭർത്താവിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട്, കൊതിക്കുന്നുണ്ട്. അത് കൊടുക്കാൻ ഭർത്താവ് ബാധ്യസ്ഥനുമാണ്. പക്ഷേ ഈ സ്ത്രീയുടെ വാക്കിതാണ്, നിങ്ങൾ എന്നെ നോക്കാൻ ഇവിടെ നിന്നാൽ എനിക്ക് സന്തോഷമുണ്ടാകും, പക്ഷേ എൻ്റെ ജീവൻ രക്ഷിക്കാനൊന്നും നിങ്ങൾക്ക് പറ്റത്തൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആഫ്രിക്കയിൽ പോയാൽ നിങ്ങൾ അവരുടെ ജീവൻ മാത്രമല്ല, അവരുടെ നിത്യതയാണ് രക്ഷിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ചെറിയ ഒരു സാക്രിഫൈസ് അനേകര് സ്വർഗത്തിലേക്ക് കയറുവാൻ കാരണമാകുമെങ്കിൽ ആ സാക്രിഫൈസിന് നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? മനസ്സിലാകുന്നുണ്ടല്ലോ? അല്ലാതെ കുടുംബത്തെ കളഞ്ഞേച്ച് പോകണമെന്നോ കുടുംബം നോക്കരുതെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ കുടുംബത്തെ നന്നായി നോക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അവരുടെ ആവശ്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാതിരിക്കുന്നില്ല. ഒക്കെ ശരിയാണ്. ഐ ട്രൈ ടു ബി എ ഗുഡ് ഹസ്ബൻഡ്, എ ഫാദർ. പക്ഷേ എനിക്ക് എൻ്റെ സാമീപ്യം പലപ്പോഴും അവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവർക്കും അറിയാം. പക്ഷെ അവർക്ക് കംപ്ലൈൻറ്റും ഇല്ല. എന്തുകൊണ്ട് കംപ്ലൈൻ്റ് ഇല്ല? കാരണം ആ സാക്രിഫൈസ്, അവരുടെ സാക്രിഫൈസ് എത്ര പേർക്ക് ആത്മീകമായി പ്രയോജനകരമാകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് അവരെ സാക്രിഫൈസിന് തയ്യാറാകുന്നതിൻ്റെതായ കാരണം എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ സാക്രിഫൈസ്, അതായത് ആസ് എ ഫാമിലി വി സ്റ്റാൻഡ് ഫോർ എ കോസ്. ഞങ്ങൾ സാധാരണക്കാരല്ലെന്നും, എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ധനികരാണെന്നോ എന്നുള്ള അർത്ഥത്തിലല്ല. ഞങ്ങൾ സാധാരണക്കാരല്ലെന്നും ഒരു ദൈവികമായ കോസിന് വേണ്ടി നിലകൊള്ളുന്നവരാണെന്നും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും, എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും, ഞങ്ങൾക്ക് ജോലിക്കാരുണ്ടെങ്കിൽ ആ ജോലിക്കാർക്ക് വരെ അറിയാം. കാരണം വി ആർ ഡിഫറെൻറ്റ്, വി സ്റ്റാൻഡ് ഫോർ എ കോസ്. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് സാക്രിഫൈസ് ഉണ്ടാകുന്നത്. ഈ സ്ത്രീ സാക്രിഫൈസ് ചെയ്തു. ഭർത്താവിനെ ആഫ്രിക്കയ്ക്ക് പറഞ്ഞു വിട്ടു. അദ്ദേഹം അവിടെ പോയി ഒരു ചെറിയ കുടിൽ കിട്ടി, ഓലക്കുടിൽ. അദ്ദേഹം താമസ സ്ഥലങ്ങളിലൊക്കെ അനേകം ഇതുള്ളതാണ്. വാട്ട് ഈസ് എ കോക്കനട്ട് ലീവ്സ്, തെങ്ങ് ഉള്ള സ്ഥലമാണ്. എന്നിട്ട് അദ്ദേഹം അതിന് പേരിട്ടത് ബക്കിംഗ്ഹാം പാലസ് എന്നാണ്. ബക്കിംഗ്ഹാം പാലസ്. അദ്ദേഹം ജനിച്ചത് കൊട്ടാരം പോലെയുള്ളൊരു വീട്ടിലാണ്. ഞാൻ ഇതിൻ്റെ ഫോട്ടോഗ്രാഫ് കണ്ടിട്ടുണ്ട്. വീട് കണ്ടിട്ടില്ല, ഞാൻ ഇതിൻ്റെ ഫോട്ടോഗ്രാഫ് കണ്ടിട്ടുണ്ട്. അദ്ദേഹം ആഫ്രിക്കയിൽ സുവിശേഷ വേല ചെയ്തത് ഒരു കുടിലിലാണ്. അതിൻ്റെ ഫോട്ടോയും ഞാൻ കണ്ടിട്ടുണ്ട്. ഫോട്ടോയെ കണ്ടിട്ടുള്ളൂ, ഫോട്ടോ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ പറയും, ഞാൻ ജനിച്ച വീട് ഒരു കുടിൽ, സുവിശേഷ വേല ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ജീവിക്കുന്നത് ഒരു കൊട്ടാരം. പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെ ആയിരുന്നില്ല. കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹം കുടിലിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. ആ കാലയളവിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഇംഗ്ലണ്ടിൻ്റെ കൗണ്ടി പ്ലെയർ ആയിരുന്നു. നമ്മുടെ ഇക്കാലത്ത് ധോണിയെ പോലെയോ അല്ലെങ്കിൽ അതുപോലെയൊക്കെ ആദരണീയൻ എന്ന് പറയുമ്പോൾ എന്താണ്, what do you say, ക്രിക്കറ്റിൻ്റെ ലോകത്ത് ഒരു വലിയ വാഗ്ദാനം എന്ന ലോകം വിധി എഴുതിയ മനുഷ്യനായിരുന്നു സിറ്റി സ്റ്റഡ്. അദ്ദേഹം എല്ലാം കളഞ്ഞാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്നത്. ആഫ്രിക്കയിൽ പോയ ഈ സിറ്റി സ്റ്റഡിൻ്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം പറയാറുള്ളൊരു കാര്യമുണ്ട്, ചാൾസ്, യു മേക്ക് എ ബിഗ് സാക്രിഫൈസ്. നീ ചെയ്യുന്നതൊരു വലിയ ത്യാഗമാണ്. പക്ഷെ അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, when I look at the cross, anything and everything that I do for him is not a sacrifice at all. ഞാൻ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഞാൻ അവന് വേണ്ടി ചെയ്യുന്നതൊന്നും ഒരിക്കലും ഒരു ത്യാഗമല്ല.
ഞാൻ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഞാൻ അവന് വേണ്ടി ചെയ്യുന്നതൊന്നും ഒരിക്കലും ഒരു ത്യാഗമല്ല. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് പല മിഷണറിമാരും നമ്മുടെ സഭകളിലൊക്കെ വന്നിട്ട് അവർ ചെയ്ത ത്യാഗപൂർണമായ കഥകളൊക്കെ വിവരിക്കുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? അവിടെ ത്യാഗങ്ങളെല്ലാം പറഞ്ഞ് നമ്മളെ കൊണ്ട് കണ്ണീര് അണിയിക്കുന്നത് കേട്ടിട്ടില്ലേ? യു നോ വൈ? ബിക്കോസ് വി ആർ നോട്ട് ലുക്കിംഗ് അറ്റ് ദ ക്രോസ്. ഒരു മിഷണറിയുടെ ത്യാഗത്തെക്കുറിച്ച് വേറെ വല്ലവരും പറയട്ടെ, അവർ പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ക്രൂശിൻ്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞില്ലെന്നാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? ഓഫ് കോഴ്സ് ഈ മിഷണറിമാരാരും കഷ്ടപ്പെടുന്നില്ലെന്നോ ഒന്നുമല്ല, അവർ പറഞ്ഞ കള്ളമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ ത്യാഗം മറ്റുള്ളവർ പറയട്ടെ. അവർ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ കാൽവറി ക്രൂശിൻ്റെ ദർശനം പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാൽവറി ക്രൂശിൻ്റെ ദർശനം പ്രാപിച്ചിട്ടുള്ള ഒരു വ്യക്തി പഴയ നിയമത്തിലെ ഒരു വിശുദ്ധനെ പോലെ ഇടപെടുവാൻ പാടില്ല. കാരണം അവർക്ക് ലഭിച്ച വെളിപ്പാടിന് അത്രയും വലിപ്പമേ ഉള്ളൂ. യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശ് കണ്ടു കഴിയുമ്പോഴാണ് അതാണ് നമ്മളുടെ ഉത്തരവാദിത്വത്തെ വലിപ്പമല്ല അതിൻ്റെ ഉത്തുംഗതയിലെത്തിക്കുന്നത്. അവൻ്റെ കാൽവറി ക്രൂശ് കണ്ടവൻ അവനെ സാക്ഷിക്കാതിരിക്കത്തില്ല. അവൻ്റെ കാൽവറി ക്രൂശ് കണ്ടവൻ അവനെക്കുറിച്ച് മറ്റുള്ളവരോട് അറിയിക്കാതിരിക്കയില്ല. അവൻ്റെ കാൽവറി ക്രൂശ് കണ്ടവൻ, കാൽവറി ക്രൂശിൽ പിടഞ്ഞ് മരിക്കുന്ന യേശുവിൻ്റെ ഒരു ദർശനത്തിൻ്റെ ഒരു പൊടി ഉണ്ടായിട്ടുള്ളവൻ പിന്നീട് പാപത്തെ സ്നേഹിക്കത്തില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രലോഭനങ്ങളിലൊക്കെ വീണു പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ പണത്തോട് മോഹമുള്ളവരായി തീരുന്നത്? നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമുണ്ട്, പണ്ടൊക്കെ ഇയാൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, പക്ഷെ ഇയാൾ എന്താ ഇപ്പോൾ പണത്തെ ഗ്രാബ് ചെയ്യുന്നത്? പണ്ടൊക്കെ ഇയാൾക്ക് പൊസിഷനൊന്നും വേണമെന്നില്ലായിരുന്നല്ലോ, ഇപ്പോൾ എന്തോ ഇയാൾ സെക്രട്ടറി ആകാനും കൗൺസിൽ മെമ്പർ ആകാനും ഈ കിടന്ന് ചാകുന്നത്? ഇയാൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ധനമുണ്ടാക്കാൻ വേണ്ടി കള്ളത്തരം പറയാൻ പോലും മടിയില്ലാത്തൊരു സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നത്? ഇയാൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവരോട് കരുണയില്ലാത്തവനായി ഇടപെടുന്നത്? ഒറ്റ റീസണേ ഉള്ളൂ, അവൻ യേശുവിൻ്റെ ക്രൂശ് ദർശനം നഷ്ടപ്പെട്ടു. അവൻ്റെ ക്രൂശിനെ കണ്ടിട്ടുള്ളവൻ അവൻ പാപത്തെ ഒരിക്കലും സ്നേഹിക്കാൻ പോകുകയില്ല. പാപത്തെ സ്നേഹിക്കാൻ ഞാനിനി പോകുമോ? ഇല്ല, ഞാൻ പോകില്ല. യേശുവിൻ്റെ ക്രൂശ് നമ്മളിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്റ്റഡീസ് ഈ ദിവസങ്ങളിലെ പഠനത്തിൽ നമുക്ക് ആ യേശുവിൻ്റെ ക്രൂശിൻ്റെ the words that he was speaking, അവൻ പറഞ്ഞതായ ചില വാക്കുകൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കിയാൽ 7 തിരുമൊഴികൾ. അത് നമ്മളുടെ ഒരു ക്ലാസിഫിക്കേഷനാണ്, അതിനെ ഡിവൈഡ് ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷേ അവൻ്റെ 7 തിരുമൊഴികൾ. ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുന്നത് ഈ ഒരു വാക്കുകളിലൂടെയാണ്. ക്രൂശിലെ തിരുമൊഴികൾ ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് കൊണ്ട് അതിൻ്റെ പാസേജസ് ഞാനൊന്ന് പറയാം, നിങ്ങൾക്കൊന്ന് എഴുതിയെടുക്കാൻ വേണ്ടി. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ക്രൂശിൽ യേശുവിൻ്റെ ആദ്യത്തെ തിരുമൊഴി കാണുന്നത്. അവിടെ കർത്താവ് പറയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അടുത്തതായിട്ട് അതേ അധ്യായത്തിൽ തന്നെ 43-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവനോട് പറയുന്നു, ഇന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അതാണ് അവൻ്റെ 2ാമത്തെ തിരുമൊഴി. പിന്നീട് 3-ാമത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 വാക്കുകൾ ഒരു തിരുമൊഴിയായി നമുക്ക് കണക്കാക്കാം. തൻ്റെ കാൽവറി ക്രൂശിൻ്റെ സമീപം വന്നു നിൽക്കുന്ന അവൻ്റെ മാതാവ്, നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. തൻ്റെ ശിഷ്യനായി തന്നെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് വന്നവനായ യോഹന്നാൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന യോഹന്നാൻ തന്നെ വിളിക്കുന്നുണ്ട്. ആ യോഹന്നാനെ കാണിച്ചുകൊണ്ട് യേശു മറിയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാകുന്നൊരു വാക്കാണത്. പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത്, യേശു മറിയോട് പറഞ്ഞു, നോക്ക്, ഇതാ നിൻ്റെ മകൻ കാൽവറി ക്രൂശിൽ കിടക്കുന്നത് കണ്ടില്ലേ എന്ന നിലയിൽ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. അല്ല, യോഹന്നാനെ കാണിച്ചുകൊണ്ട് യേശു
മറിയോട് പറയുന്നു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. എന്നിട്ട് യോഹന്നാനോട് പറയുന്നു, ഇതാ നിന്റെ അമ്മ. അവിടെയാണത് ലിങ്ക് ചെയ്യേണ്ടത്. വീണ്ടും വരുന്നത് കൊണ്ട് ഞാൻ ആ പാസേജ് പറയുന്നില്ല. പക്ഷേ പെട്ടെന്ന് എന്താണ് ഒന്ന് ഓർക്കാൻ വേണ്ടി ഞാനൊന്ന് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. തൻ്റെ അമ്മയോട് യോഹന്നാനെ കാണിച്ച് ഇതാ നിന്റെ മകൻ എന്നും, യോഹന്നാനോട് മറിയയെ കാണിച്ച് ഇതാ നിന്റെ അമ്മ എന്നും പറയുന്നതാണ് ക്രൂശിലെ ആദ്യത്തെ 3 തിരുമൊഴികൾ നമ്മൾ കാണുന്നത്. പിന്നീട് 3 മണിക്കൂർ ഇരുട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശുവും നിശബ്ദനായിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യത്തിൽ യേശു ചോദിക്കുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത്. മത്തായിയുടെ സുവിശേഷം 27-ന്റെ 46-ാമത്തെ വാക്യം. വീണ്ടും നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, യേശു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നു. അതേ അധ്യായത്തിൽ തന്നെ 30-ാമത്തെ വാക്യത്തിൽ അവൻ സകലതും നിവൃത്തിയായി എന്ന് പറയുന്നു. 6-ാമത്തെ തിരുമൊഴി. 7-ാമത്തെ തിരുമൊഴി ഏറ്റവും ഒടുവിൽ കർത്താവ് പിതാവിനോട് പറയുന്നു, പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. അത് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം ഇങ്ങനെ 7 തിരുമൊഴികൾ, യേശുവിൻ്റെ കാൽവറി ക്രൂശിലെ തിരുമൊഴികൾ നമ്മൾ കാണുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാമെങ്കിലോട് ക്ഷമിക്കണമേ. സത്യമായി ഞാൻ ഇന്ന് നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലിരിക്കും. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറയാണ്, ഇതാ നിന്റെ അമ്മ. അതിനുശേഷം യേശു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിക്കുന്നു. പിന്നീട് എനിക്ക് ദാഹിക്കുന്നു. ഒടുവിൽ സകലതും നിവൃത്തിയായി. മരണസമയത്ത് കർത്താവ് പറയുന്നു, പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ഇവിടെ നമ്മൾ ഇതിൻ്റെ വിശകലനത്തിലൂടെ യേശുവിൻ്റെ സ്വഭാവത്തെയും യേശുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ അനിവാര്യതയെയും യേശുവിൻ്റെ ക്രൂശുമരണം നമുക്ക് നൽകുന്നതായ പദവികളെയും ഉത്തരവാദിത്തതയും എല്ലാം ഓടിച്ച് വിശകലനം ചെയ്ത് പഠിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ ക്രൂശിലെ മൊഴികളിലെ അന്നത്തെ പ്രസക്തി എന്താണെന്ന് ആദ്യം പഠിക്കണം. അല്ലെങ്കിൽ നമുക്കൊരിക്കലും മുന്നോട്ടുള്ള പഠനം ശരിയായി വരത്തില്ല. അന്നത്തെ പ്രസക്തി, അനലൈസിങ് ഇറ്റ് പ്ലെയിൻലി, എന്താണ്, വളരെ പ്ലെയിനായിട്ട് അതിൻ്റെ അർത്ഥം എന്താണ്. രണ്ടാമത്, ഈ ഓരോ വാക്കുകൾക്കും പ്ലെയിനായിട്ടുള്ള ഒരു, അതായത് ലളിതമായ അർത്ഥം അല്ലാതെ അതിനപ്പുറത്ത് ആഴമുള്ള ഒരു ആത്മലോകത്ത് അതിനൊരു പ്രസക്തിയുണ്ട്. യേശുവിൻ്റെ വാക്കുകളുടെ ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ച് യേശുവിൻ്റെ വാക്കുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എസ്പെഷ്യലി ഓസ്വാൾഡ് ചേമ്പേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, യേശുവിൻ്റെ വാക്കുകൾക്ക് ഒരു ലാളിത്യത്തിൻ്റെ വലിയ ഒരു ആശയക്കുഴപ്പമുണ്ടെന്ന്. ലാളിത്യത്തിൻ്റെ, ഇറ്റ് ഈസ് സോ സിമ്പിൾ. അത് ആ സിംപ്ലിസിറ്റിയിൽ നമ്മളത് തിരിച്ചറിയണം. എന്നാൽ ആ ലാളിത്യത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നതായ ആത്മാവും നമ്മൾ തിരിച്ചറിയണം. കൺഫ്യൂഷൻ അല്ല ആവശ്യമായിരിക്കുന്നത്. എന്താണ്? ലളിതമായി അതിനെ അറിയണം, എന്നാൽ അതോടൊപ്പം തന്നെ അതിന് ആത്മതലത്തിലുള്ള പ്രസക്തിയുടെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഇതിന് അനാലിസിസ് ആവശ്യമായിട്ട് വരുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ഓരോ തിരുമൊഴികളും പഠിക്കുമ്പോൾ അതിൻ്റെ ഇന്നത്തെ പ്രായോഗികമായ പ്രസക്തി എന്താണ് എന്നും കൂടെ പഠിക്കുവാൻ പരിശ്രമിക്കുകയാണ്. അപ്പോൾ എന്താണ്? ഒന്ന്, അന്നത്തെ പ്രസക്തി എന്താണ്, അല്ലെങ്കിൽ അതിനെ ലളിതമായി, യേശു പറയുന്ന വാക്കുകളെ ലളിതമായി നമ്മൾ കാണുന്നു. രണ്ട്, ആത്മലോകത്ത് ഈ ഓരോ വാക്കുകളും പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രസക്തി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് നമ്മൾ ശബ്ദം കേൾക്കുമ്പോൾ കേട്ടവർക്ക് എലോവായ് എലോവായ് ലമ സബക്താനി എന്ന് പറയുമ്പോൾ അവരിൽ ചിലർ പറഞ്ഞു ഇവൻ ഏലിയാവെ വിളിക്കുന്നു. പക്ഷെ നമുക്കറിയാം അതിന് ആത്മതലത്തിൽ ഒരർത്ഥമുണ്ട്. മറ്റു ചില ആളുകൾ ചിന്തിച്ച് കാണും അവൻ ക്രൂസിലെ വേദന കൊണ്ട് വിളിച്ചു പോകുന്നതാണ്. ഓക്കെ, ക്രൂസിൽ അവൻ വേദനയുണ്ട്. പക്ഷേ പിതാവുമായിട്ടുള്ളവൻ്റെ റിലേഷൻ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വിശകലനം ചെയ്യുമ്പോൾ ആണ്, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം, പിതാവുമായുള്ളവൻ്റെ ബന്ധത്തെ തിരിച്ചറിയാത്ത ഒരു വ്യക്തി അതിനെ കാണുന്നതും
യേശുവിന് പിതാവുമായുള്ള ബന്ധത്തെ അറിയാവുന്ന ഒരു വ്യക്തി അവൻ്റെ വാക്കുകളെ കാണുന്നത് രണ്ടും രണ്ടായിട്ടായിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അനലൈസിങ് ഇറ്റ് വെരി പ്ലെയിൻലി ആൻഡ് അനലൈസിങ് ഇറ്റ് ഇൻ ദ സ്പിരിറ്റ് റെൽം. ആത്മതലത്തിൽ അതിനെ നമ്മൾ വിശകലനം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ വാക്കുകളുടെ ഇന്നത്തെ പ്രസക്തി എന്താണ്? അതുകൊണ്ടാണ് ഇതിന് നമുക്ക് വിശകലനം ചെയ്യാൻ ഇത്രയും സമയം ആവശ്യമായി വരുന്നത്. യേശുവിൻ്റെ എല്ലാ വാക്കുകളും ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ കാൽവറി ക്രൂശിലെ മൊഴികളാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. അതിനർത്ഥം യേശുവിൻ്റെ കാൽവറി ക്രൂശിലെ മൊഴികൾ മാത്രമാണ് പ്രാധാന്യം അർഹിക്കുന്നതെന്നല്ല. യേശുവിൻ്റെ എല്ലാ തിരുമൊഴികളും പ്രാധാന്യം അർഹിക്കുന്നതാണ്. അവൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ക്രൂശും ചുമന്നവൻ കാൽവരിയേറുമ്പോൾ, തിരുമൈ തളരുമ്പോൾ, ഈശ്വരൻ പേർക്കല്ലോ ഈ വ്യതയേറ്റതും ഞാൻ മറക്കില്ല ഒരു നാളുമേ, ഞാൻ മറക്കില്ല ഒരു നാളുമേ. ക്രൂശും ചുമന്നവൻ കാൽവരിയേറുമ്പോൾ, തിരുമൈ തളരുമ്പോൾ, ഈശ്വരൻ പേർക്കല്ലോ ഈ വ്യതയേറ്റതും ഞാൻ മറക്കില്ല ഒരു നാളുമേ, ഞാൻ മറക്കില്ല ഒരു നാളുമേ. ആദിയിലേദനിൽ ആദാമിൻ പാതകം ആകെയും തീർക്കാനായി നീ മരിച്ചു. ആദിയിലേദനിൽ ആദാമിൻ പാതകം ആകെയും തീർക്കാനായി നീ മരിച്ചു. നീതിമാനായവൻ ഈ വ്യഥയേറ്റതും ഞാൻ മറക്കില്ല ഒരു നാളുമേ. നീതിമാനായവൻ ഈ വ്യഥയേറ്റതും ഞാൻ മറക്കില്ല ഒരു നാളുമേ. ക്രൂശും ചുമന്നവൻ കാൽവരിയേറുമ്പോൾ, തിരുമൈ തളരുമ്പോൾ, ഈശ്വരൻ പേർക്കല്ലോ ഈ വ്യഥയേറ്റതും ഞാൻ മറക്കില്ല ഒരു നാളുമേ, ഞാൻ മറക്കില്ല ഒരു നാളുമേ. നിന്റെ വരവിനായി കാത്തിരിക്കും ഞാൻ എന്നാളും ഈ മണ്ണിൽ എൻ നാഥനേ. നിന്റെ വരവിനായി കാത്തിരിക്കും ഞാൻ എന്നാളും ഈ മണ്ണിൽ എൻ നാഥനേ. പൊന്നുനാഥനായി ഞാൻ കാതോർക്കുമേ ഇനി എന്നാളും മണ്ണിടത്തിൽ. പൊന്നുനാഥനായി ഞാൻ കാതോർക്കുമേ ഇനി എന്നാളും മണ്ണിടത്തിൽ. ക്രൂശും ചുമന്നവൻ കാൽവരിയേറുമ്പോൾ, തിരുമൈ
തളരുമ്പോൾ ഈശാനൻ പേർക്കല്ലോ ഈ വ്യഥയേറ്റതും ഞാൻ മറക്കില്ല ഒരു നാളുമേ, ഞാൻ മറക്കില്ല ഒരു നാളുമേ. ക്രൂശും ചുമന്നവൻ കാൽവരിയേറുമ്പോൾ തിരുമൈ തളരുമ്പോൾ ഈശ്വരൻ പേർക്കല്ലോ ഈ വ്യഥയേറ്റതും ഞാൻ മറക്കില്ല ഒരു നാളുമേ, ഞാൻ മറക്കില്ല.